കേട്ടവർ, കണ്ടവർ, അറിഞ്ഞവർ എല്ലാവരും അവരവരുടെ മൂക്കത്ത് വിരൽ വെച്ചു. എന്താണ് ഇത്രയധികം അതിശയം, ആശ്ചര്യം, അതിശയോക്തി എന്ന് ആ ഗ്രാമത്തിൽ വർത്തമാനമായി. സംഭവം മറ്റൊന്നുമല്ല, അവിടുത്തെ കോഴി തള്ള, അവിടുത്തെ പ്രസിദ്ധി ആർജിച്ചിരുന്ന പ്രമുഖമായിട്ടുള്ള ഒരു കോഴി, അതിൻ്റെ കുഞ്ഞുങ്ങളെ അവിടുത്തെ ഒരു കുറുക്കൻ തൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചു. അടിച്ചോണ്ട് പോയതാ ഈ കോഴിക്കുഞ്ഞിനെ. അപ്പം ഈ കോഴി എന്ത് ചെയ്തു? ഈ കോഴിത്തള്ള എന്ത് ചെയ്തു? തൻ്റെ അയൽപ്പക്കത്തെ വീട്ടിൽ നിന്ന് ഒരു വിറക്, തിളച്ച് മറിഞ്ഞ് തീയിൽ കുളിച്ച് നിന്ന വിറകുമായിട്ട് ഈ കുറുക്കൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, എടാ കുറുക്ക, എൻ്റെ കുഞ്ഞുങ്ങളെ നീ തിരിച്ച് ഭദ്രമായിട്ട് എൻ്റെ കയ്യിൽ തന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ വീട് ഞാൻ കത്തിക്കും, മറ്റൊന്നുമില്ല. ഇങ്ങനെ ഒരു നിശ്ചയദാർഢ്യം കണ്ട് ഭയന്നു പോയ കുറുക്കൻ മര്യാദയ്ക്ക് ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഇതിൻ്റെ അമ്മയെ ഏൽപ്പിച്ച് ക്ഷമ ചോദിച്ച് തൻ്റെ വീട് ഈ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നൊരു കഥ. അപ്പം ഇതാണ് നിശ്ചയദാർഢ്യം, അമ്മയുടെ സ്നേഹം, ഹൃദയ നിറവ്. അമ്മയ്ക്ക് പകരം അമ്മ മാത്രം. അതാണ് സ്നേഹം. കറയില്ലാത്ത, കളങ്കമില്ലാത്ത, നിഷ്കളങ്കമായ മാതൃസ്നേഹം. മാത്രവുമല്ല, മറ്റൊരു വ്യക്തിയുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ആരും പതറിപ്പോകും. അപ്പം ഈ ഒരു കോഴി തൻ്റെ കുറവുകൾ വകവയ്ക്കാതെ എന്തും വരട്ടെ തൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കും എന്ന തീരുമാനത്തിൽ കുറുക്കനെ നേരിട്ടു. അതാണ് ഡിറ്റർമിനേഷൻ. ഇങ്ങനെ ആയിരിക്കണം നാം മനുഷ്യർ. നേരിടുക തന്നെ വേണം. ഇനി ഓപ്പോസിറ്റ് എതിരായിട്ട് നിൽക്കുന്ന ആരും ആയിക്കൊള്ളട്ടെ, നമ്മുടെ ഭാഗത്ത് ന്യായമാണ്, ജസ്റ്റിസ് ആണ് എങ്കിൽ നമ്മൾ ന്യായമായിട്ട് എതിർക്കുക തന്നെ വേണം. നമുക്ക് വേണ്ടുന്നവരെ രക്ഷിക്കുക തന്നെ വേണം, സംരക്ഷിക്കുക തന്നെ വേണം. അതാണ് നമ്മുടെ ഉത്തമം കടമ. നമ്മുടെ രക്തബന്ധത്തിലുള്ളവരെ, നമ്മെ ആശ്രയിക്കുന്നവരെ നാം രക്ഷിക്കുക തന്നെ വേണം, രക്ഷപ്പെടുത്തുക തന്നെ വേണം. അതാണ് പ്രകൃതി നിയമം, നിശ്ചയദാർഢ്യം, ഡിറ്റർമിനേഷൻ. അതാണ് ഈ കഥയുടെ പൊരുൾ. അപ്പം അങ്ങനെ ഈ കോഴി തള്ളയെക്കുറിച്ചായിരുന്നു ഈ ഗ്രാമത്തിലെ വർത്തമാനം. അതുകൊണ്ടാണ് എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചത്. മനസ്സിലായോ? ഇതാണ് നമ്മുടെ അറിവിൻ്റെ മുത്തുകൾ. ഉക്കുലേലെ മെഡിറ്റേഷൻസ്, NP സ്കൂൾ ഓഫ് തോട്ട്സ്. അറിവ്, ധ്യാനം, സുഗന്ധം, സംഗീതം എന്നിവ കോർത്തിണക്കിക്കൊള്ളുന്നതാണല്ലോ നമ്മുടെ ഉക്കുലേലെ മെഡിറ്റേഷൻസ്. NP സ്കൂൾ ഓഫ് തോട്ട്സിലേക്ക് വരൂ, മടിച്ചു നിൽക്കാതെ വരൂ, കടന്നു വന്ന് അനുഭവിക്കുക. ജീവിതം ധന്യവും പുണ്യവും ഊർജ്ജസ്വലതയും ഉന്മേഷവും ശുഭകരവുമാക്കി തീർക്കുക. ഞാൻ കൊല്ലം അയത്തിൽ മെഡിട്രീന ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റാണ്. കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, ഹിപ്നോതെറാപ്പി ഒക്കെ പ്രയോജനപ്പെടുത്തു. ഫാമിലി കൗൺസിലിംഗ് ഒക്കെ ഉണ്ട്. 9605743596 എന്നത് എൻ്റെ നമ്പർ. നിങ്ങളുടെ മനസ്സിനും ഈ നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കട്ടെ. ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരൂ, ഞാൻ നിങ്ങളിലേക്ക് അത് പകർന്നു തരാം. അതാണല്ലോ നാഗരാജ് പോസിറ്റീവ്. വരിക. വെൽക്കം.